ജിലേബി എന്ന പുതുചിത്രത്തിൻ്റെ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ അതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ശ്രീ ജയസൂര്യ ചേട്ടനും ധർമ്മജൻ ചേട്ടനും നമ്മോടൊപ്പമുണ്ട്. വെൽക്കം. നമസ്കാരം. ഒരുപാട് സന്തോഷം നിങ്ങളുടെ കൂടെ ഈ സമയം കിട്ടിയത്. ചേട്ടാ, എന്താണ് ഈ ഒരു വ്യത്യസ്തമായ കണ്ണടയുടെ പുറകിലുള്ള അർത്ഥം? വ്യത്യസ്തമായ കണ്ണടയുടെ പുറകെ എനിക്ക് നിങ്ങളെ കാണണ്ടേ രാധിക? ഇതൊക്കെ വെച്ചാലേ കാണുള്ളൂ. ചേട്ടന് കണ്ണടയായിട്ട് ഒരു പ്രത്യേക ബന്ധമുണ്ട്. ഓരോ വർഷങ്ങളായിട്ട് ഞാനത് വെക്കുന്നില്ല. ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ഒരിക്കലല്ല, വെച്ച് നോക്കുന്നു, അപ്പൊ മനസ്സിലാവും. ഇതൊക്കെ ഭാര്യ ദൂരെ നിന്ന് കൈ കാണിച്ചാലും മനസ്സിലാവില്ല. ഇതില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കാണിക്കും. ഒരു വർഷങ്ങളായിട്ട് വെക്കുന്നത്. സുഖം. ഹാപ്പി ആയിട്ട് പോകണം. അപ്പൊ ജിലേബിയുടെ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. ജിലേബിയുടെ അങ്ങനെ ഭയങ്കര വലിയ വിശേഷങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം മച്ചാൻ ഉണ്ടായില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പ്രിവ്യൂ കണ്ടിരുന്നു. എൻ്റെ പുള്ളി വീട്ടിൽ തന്നെ കയറുന്നത് മാസത്തിൽ 2 മാസം കൂടെ അങ്ങനെ തിരക്ക് പിടിച്ച് ഓടി നടക്കുന്ന ആളാണ്. ഇപ്പോൾ ഇവിടെ കണ്ടു. നാളെ അമേരിക്കയിലായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ. അപ്പോൾ പ്രിവ്യൂ ഷോ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ 2 മക്കളും ഞാനും വൈഫും എല്ലാവരും കൂടി കൂടിയിരുന്ന കണ്ടേ. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സിനിമ. വീട്ടിലൊക്കെ വളരെ ഓപ്പണായിട്ട് അഭിപ്രായം പറയുന്നുണ്ട്. ചില സിനിമകൾ ചെയ്തിട്ട് എന്തിനാണ് ഇത് ചെയ്തത് എന്ന് ചോദിക്കുന്ന കുടുംബം തന്നെയാണ് എൻ്റെ. അപ്പോൾ അത് ഇഷ്ടപ്പെടാനുള്ള കാരണം അതൊക്കെ തന്നെയായിരിക്കും. ഇനിയിപ്പോൾ നാളെ ജനങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊക്കെ തന്നെയായിരിക്കും കാരണം ഇതിൽ 2 കുട്ടികളുടെ കുസൃതിയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ തമാശകളേക്കാൾ ഞാനും ആസ്വദിച്ചത് കുട്ടികളുടെ, അത് ഷൂട്ടിംഗ് സ്പോട്ടിലാണെങ്കിലും ഈവൻ സിനിമ കണ്ടപ്പോഴാണെങ്കിലും ഞാൻ കുട്ടികളുടെ തമാശകളാണ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത്. ഒന്ന്. പിന്നെ അതുപോലെ തന്നെ കുറേ നാളുകളായിട്ട് ഈ മണ്ണിൻ്റെ മണമുള്ള സിനിമ വന്നിട്ട് കുറേ നാളാണ്. ലളിതമ്മയൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും, നിനക്കൊന്നും അമ്മയൊന്നും വേണ്ടടാ സിനിമയിൽ എന്ന് ചോദിക്കാറുണ്ട്. കാരണം കുറേ ന്യൂ ജനറേഷൻകാർ വന്നിട്ടുണ്ട്. അമ്മയും വേണ്ട, അച്ഛനും വേണ്ട, ബന്ധക്കാരും വേണ്ട, സ്വന്തക്കാരും വേണ്ട, കുറേ അവഹിതവും കാര്യങ്ങളായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ന് അമ്മ പറയാറുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഈ സ്ക്രിപ്റ്റ് അരുൺ ശേഖർ വന്ന് പറഞ്ഞപ്പോൾ തന്നെ കൂടുതൽ അങ്ങോട്ട് അടുപ്പിച്ചതിൻ്റെ കാരണം തന്നെ അമ്മയുമായിട്ടുള്ള ബന്ധം, പിന്നെ അമ്മാവനുമായിട്ടുള്ള ബന്ധം, മണ്ണുമായിട്ടുള്ള ബന്ധം, കൃഷിയായിട്ടുള്ള ബന്ധം, പിന്നെ നല്ല കുട്ടികളായിട്ടുള്ള ബന്ധം, സുഹൃത്തായിട്ടുള്ള ബന്ധം, ഇതൊക്കെ തന്നെയാണ് ഈ സിനിമയെ എന്നെ ആകർഷിച്ചതും. മാത്രമല്ല നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണാത്ത രീതിയിലുള്ള ഒരു പശ്ചാത്തലം. ഇത് ആക്ച്വലി സ്പീക്കിംഗ് ഇതൊരു ട്രാവലിംഗ് സിനിമയാണ്. ട്രാവൽ മൂവി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ എപ്പോഴും ഒരു എന്താ പറയുക, ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പുതിയ ഒരു സിനിമയായിട്ട് തോന്നാനുള്ള കാരണം ഇതാ. ഈ കുരുത്തം കെട്ട പിള്ളേരുമായിട്ട് ഞാനിന്ന് കൊടൈക്കനാൽ വരെ യാത്ര ചെയ്യുന്നതാണ് എൻ്റെ സിനിമ. അതിനകത്ത് ഇടയ്ക്ക് വരുന്ന നർമ്മങ്ങൾ. അപ്പോൾ ആ ഗ്രാമത്തിലുള്ള എൻ്റെ ഒരേ ഒരു സുഹൃത്താണ് ടോണി എന്ന് പറയുന്ന കഥാപാത്രം. 2 കുട്ടികളും മിടുക്കന്മാരായിട്ടുള്ള 2 കുട്ടികളിൽ ഒന്ന് പെൺകുട്ടി സംവിധായകൻ്റെ തന്നെ മകളാണ്. പിന്നെ ജുഗുറു. പാട്ടുകൾ ഇതിന്റെ ഒരു സോളാണ് അല്ലേ. എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് നമ്മൾക്ക് ഇഷ്ടം തോന്നുന്ന പാട്ട്. എൻ്റെ ഡയലർ ടോൺ അത് തന്നെയാണ്. കാരണം വിജയേട്ടൻ എഴുതിയ പാട്ടാണ്. വിജയേട്ടൻ എഴുതിയതിന്റെ പേരിലല്ല കേട്ടോ അത് എൻ്റെ ഡയലർ ടോൺ ആയത്. കാരണം അത്ര നല്ല പാട്ടായിട്ട് വിജയേട്ടൻ എഴുതിയതിന്റെ പേര്. ഞാനൊരു ആ ജയേട്ടനാണ് പാടിയത്, ബിജിപാലാണ് മ്യൂസിക്. ഭയങ്കര രസമുള്ള പാട്ടാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഈവൻ ദുബായിലോ യു എസിലൊക്കെ പോയിരുന്ന് കാണുമ്പോഴത്തേക്ക് ശരിക്കും നാട്ടിലേക്ക് വരാനുള്ളൊരു പ്രേരണ. എനിക്ക് FB വഴിയൊക്കെ ആളുകൾ മെസ്സേജ് ചെയ്യുന്നത്, ദൈവമേ നാട്ടിലേക്കൊന്ന് വന്നാൽ മതിയായിരുന്നു, എന്ത് രസം നമ്മുടെ നാട് കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജുകൾ ഇങ്ങനെ വരുന്നുണ്ട്. പിക്ചറൈസ് ചെയ്തേക്കുന്നതും ആൽബിയാണ് ക്യാമറ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ പാലക്കാടായിരുന്നു എൻ്റെ ഷൂട്ടിങ്. അപ്പം പാലക്കാട് കുറച്ച് തറവാടും കാര്യങ്ങളൊക്കെ, ജയൻ്റെ തറവാടൊക്കെ കാണിക്കുന്നത് പാലക്കാട്. അതിൻ്റെ ഒരു നന്മയും കാര്യങ്ങളൊക്കെ അത് എടുത്തിട്ടുണ്ട് ക്യാമറയിൽ. പെറുവിലേക്ക് പോകണ്ടായിരുന്നോ? അത് സിനിമയിലൊക്കെ ഡയലോഗൊന്നുമല്ല. അന്ന് വൈകുന്നേരം എന്താ പോയതാ, ധർമ്മജനൊക്കെ എന്താ മുതലെന്നറിയോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ അല്ല, നമ്മളാണ് മലയാള സിനിമയ്ക്ക് ഒരു പുതിയ നല്ല സംവിധായകനെ കൂടി കിട്ടുന്നത്. തട്ടിക്കൂട്ടാതെ നല്ലൊരു സ്ക്രിപ്റ്റുമായിട്ട് വന്നിട്ട് അത് കഥ പറഞ്ഞ് അങ്ങനെ. സത്യം പറഞ്ഞാൽ അത് ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ സിനിമ നടക്കില്ലായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒന്നുമില്ല രാധിക. അതൊക്കെ വേറൊരാളുടെ അടുത്ത് ചെന്ന് പറഞ്ഞ് അയാൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അയാൾക്കും ഇതുപോലെ തന്നെ സംഭവിച്ചാണ്. പക്ഷേ അത് എന്നിലേക്ക് വന്നു എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഭാഗ്യം. ഞാൻ അപ്പോത്തിക്കിരി എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് അന്നത്തെ ദിവസം എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ വിളിച്ചിട്ട് അരുൺ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മൂപ്പര് വന്ന് കഥ പറഞ്ഞിട്ട്
ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ എനിക്ക് ഇങ്ങനെ വിഷ്വൽസ് നമുക്ക് ഇങ്ങനെ കാണാമായിരുന്നു. മാത്രമല്ല ചിലവർ കഥ പറയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് ബോറടിക്കും. നമ്മൾ ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്നത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പിന്നെ ഇങ്ങനെയാവും അങ്ങനെയൊക്കെ വരാറുണ്ട്. പക്ഷേ ഇത് കഥ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് കൂടി തന്നെയാണ് ഇത് കഥ കേട്ടത്. കാരണം കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയാണല്ലോ. അപ്പോൾ പിന്നെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ അരുണോട് ചോദിച്ചു, അരുണ പ്രൊഡ്യൂസർ എങ്ങനെ അരുണിൻ്റെ കയ്യിലുണ്ടോ? ഇല്ല ജയ, ഞാൻ ആദ്യമായിട്ട് സമീപിക്കുന്ന തന്നെ ജയനെ. ഞാൻ പറയാം, അപ്പോൾ ടെൻഷൻ വേണ്ട, അത് പ്രൊഡ്യൂസർ എൻ്റെ അടുത്തുണ്ട്. ഞാൻ വിജയേട്ടനായിട്ട് നല്ല ബന്ധത്തിലാണ്. നല്ല സിനിമകൾ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് ഞാൻ വിളിക്കുന്നത്. വിജയേട്ടാ ഇങ്ങനത്തെ സംഭവം ഉണ്ട്. ജയൻ കേട്ടോ? ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിരുന്നു വിജയേട്ടാ. ഒന്ന് കേൾക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിജയേട്ടൻ്റെ അടുത്തേക്ക് ചെന്ന് കഥ പറഞ്ഞു. മൈ ബോസിന് ശേഷം മൂപ്പര് ഒറ്റ പടം കമ്മിറ്റ് ചെയ്തിട്ടില്ല. സക്സസ് കഴിഞ്ഞ കാരണം 100-300 സിനിമകൾ കഥ കേട്ടിട്ടിരിക്കുക, എന്നിട്ടും പുള്ളി ചെയ്യാതിരിക്കുകയാണ്. കേട്ട് കഴിഞ്ഞ ഉടനെ എന്നെ വിളിച്ചു, ഞാൻ ഈ സിനിമ ഞാൻ ചെയ്യുന്നു. അപ്പൊ അതിനകത്ത് അത്രയേറെ സാധ്യത ആ സിനിമയിലുള്ളതിന്റെ പേരിൽ തന്നെയാണ് ഈ സിനിമ ചെയ്യാൻ അദ്ദേഹം മുന്നിട്ട് ഇറങ്ങിയത്. ഒരു വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഈ സിനിമയുടെ ഡയറക്ടർ വരുന്നത്. ഫസ്റ്റ്ലി ഈസ് ബേസ്ഡ് ഇൻ ദുബായ്. അല്ല, ബേസ്ഡ് ഇൻ ദുബായ് എന്നല്ല, മൂപ്പര് ഈ തൃശ്ശൂർക്കാരനാണ്. പക്ഷെ ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് ഇപ്പൊ അവിടെയാണ്. എന്താ പറയുക, ആഡ് ഫിലിമും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്ന മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് ദുബായിലൊന്നും ജീവിക്കാൻ പറ്റുന്നു. കാരണം മൂപ്പരുടെ മനസ്സ് മൊത്തം ഗ്രാമമാണ്. അതൊക്കെ തന്നെയാണ് ഈ സിനിമയിൽ പകർത്തി വെച്ചിട്ടുള്ളത്. രണ്ടാമത്തെ പടാവട്ടെ. പക്ഷെ പാവം ഡയറക്ടറാണ്. അല്ല, തീർച്ചയായിട്ടും. കാരണം എന്താ അറിയോ, ആ റൈറ്ററും കൂടിയാണ്, മൂപ്പര് തന്നെ എഴുതിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള അവസരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതിനുള്ള സ്പേസ് പ്രൊഡ്യൂസർ ഒരുക്കി കൊടുത്തു എന്നുള്ളത് വലിയ കാര്യമല്ല. ഒരു സംവിധായകൻ, വളരെ കാലിബറുള്ളൊരു സംവിധായകൻ നല്ലൊരു ബാനറിൽ തന്നെ വേണം വരാൻ. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആരും ചിലപ്പോൾ അറിയാതെ പോകും. നല്ല മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അല്ലേ, ജനങ്ങളിലേക്ക് പടം എത്തണ്ടേ. അപ്പോൾ ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഒരു ബാനർ വന്നത് തന്നെയാണ് ഈ സിനിമയുടെ വലിയൊരു സക്സസ് എന്ന് എനിക്ക്. ഈസ്റ്റ് കോസ്റ്റിന്റെ ബാനറിന് ഒരു റെസ്പോൺസിബിലിറ്റി കൂടെ ഉണ്ട്. ആ പാട്ടുകളുടെ ക്വാളിറ്റി, എന്താ പറയുക, ആ ക്വാളിറ്റി ഒക്കെ വന്നത് എന്തുകൊണ്ടാണ്? പുള്ളി ഭയങ്കര അദ്ദേഹം ഒരു ഡയറക്ടറാണ്, റൈറ്ററാണ്, ലിറിസിസ്റ്റാണ്, എല്ലാമാണ്. പക്ഷെ നല്ലൊരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇതിലൊക്കെ. അത് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. കാരണം എത്ര വർഷമായിട്ട് അല്ലേ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ലീഗലി ഒക്കെ പോകുന്ന മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം അതൊരു പ്രൊഫഷണൽ ഒരു വേയിലൂടെ നമുക്ക് ഈ സിനിമ ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഒരുപാട് കോമഡി സീക്വൻസസ് നമുക്ക് പ്രതീക്ഷിക്കാമോ? അല്ല, കഥയ്ക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള കോമഡി സീക്വൻസ് ഒക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. അല്ലാത്ത ഭയങ്കരമായിട്ടുള്ള തമാശകളൊന്നും ഇല്ലെങ്കിലും ചേട്ടൻ്റെ ഫ്രണ്ട് ആയിട്ടാണ് ടോണി എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പേര്. ഞാനൊരു അത്യാവശ്യം ഒരു ന്യൂ ജനറേഷൻ ലുക്കൊക്കെ ഉള്ള ഒരാളാണ്. നടത്തുന്ന ഒരു കഥാപാത്രമാണ്. ഫ്രീക്കനാണ് സിനിമ. ഈസ്റ്റോസിന്റെ മുമ്പത്തെ പടത്തിൽ ഞാനുണ്ടായിരുന്നു, മൈ ബോസ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ ആട് എന്ന് പറയുന്ന സിനിമയിൽ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് ധർമ്മൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് ഇപ്പോൾ ഇരുത്തിക്കൊണ്ട് സൂചിപ്പിക്കുന്ന പരിപാടിയൊന്നും അല്ല കേട്ടോ അത്. എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല, ചില കാര്യം പറയണ്ട, എന്താ പറയണ്ട, ഇങ്ങനെ സൂചിക്കണ്ടേ. എന്നാ ശരി, ഇങ്ങനെ കൊള്ളാം, രക്ഷപ്പെടും. അതായത് വേറെ ഒന്നുമല്ല, ധർമ്മനെ എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ധർമ്മം പെർഫോം ചെയ്യുന്നത്. അതെന്താ അറിയോ, സ്റ്റേജ് പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, ഓവർ ആക്ട് ചെയ്ത് ചളക്കുളമാക്കുക. എന്തിനാണ് അത്ര ഓവർ ആക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയും, അല്ല അതെന്താ അറിയോ, സ്റ്റേജിലാകുമ്പോൾ നമ്മളൊരു 100-300 പേര് അപ്പുറത്ത് അവർക്കൊരു ആദ്യത്തെ 2 റോ മാത്രം കണ്ടാൽ പോരല്ലോ എന്ന് പറഞ്ഞ് വാദിക്കും. അങ്ങനെ ആ ഒരു കംഫർട്ടിൽ അവരങ്ങനെ അങ്ങോട്ട് പോകും. പക്ഷേ ധർമ്മൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നോക്കിയാൽ അപ്പുറത്ത് ഇരിക്കുന്ന 1000 പേർക്ക് വേണ്ടിയിട്ടും നല്ല പെർഫോം ചെയ്യണം. ഇദ്ദേഹം പെർഫോം ചെയ്യുന്ന ആ കഥാപാത്രം വളരെ നാച്ചുറൽ ആകാൻ വേണ്ടിയിട്ട്. ഞാൻ പറയുന്നത് സിനിമയിൽ മാത്രമല്ല കേട്ടോ, സ്റ്റേജിൽ. അതെ, അത് പക്ഷെ ക്യാമറയിൽ വരുമ്പോൾ കറക്റ്റ് മീറ്ററാ. ഇങ്ങനത്തെ ലുക്കൊക്കെ സാധാരണ ക്ലോസ് റിയാക്ഷൻസിൽ നമ്മൾ കൊടുക്കുന്നതാണ്. അതൊക്കെയാണ് പുള്ളി സ്റ്റേജിൽ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെയാണ് എന്ന് തോന്നുന്നു ധർമ്മനെ തിരക്കുള്ള ആ ഫീൽഡിലും തിരക്കുള്ള ഒരു വ്യക്തിയാക്കി മാറ്റിയത്. പിന്നെ മാത്രമല്ല കേട്ടോ, മലയാള സിനിമയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സ്പേസ് ഉള്ള വ്യക്തിയാണ് ധർമ്മൻ. ഒരിക്കലും ഹ്യൂമർ എന്ന് പറയുന്ന ചട്ടക്കൂടിൽ മാത്രം വിട്ടുപോവാതിരിക്കണേ എന്ന് മാത്രമാണ് സുഹൃത്ത് എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ആഗ്രഹം ധർമ്മൻ ചേട്ടന് നമ്മൾ ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ, തരണ്ടേ? അല്ല, അത് വരും. പിഷാരടി അത്യാവശ്യം കാണാൻ കൊള്ളാം, അവൻ ഇങ്ങോട്ട് അടുപ്പിക്കണ്ട കേട്ടല്ലേ. അവൻ അവിടെ അവന് കിട്ടുന്ന ഒന്നും എനിക്ക് കിട്ടില്ല, എനിക്ക് കിട്ടണ ഒന്നും അവന് കിട്ടില്ല. എടാ, രണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതൊക്കെയാണ് നന്നായിട്ട് പോണ ഈ സൗഹൃദം. രണ്ടും സുന്ദരന്മാരായിരുന്നു, ആടിച്ചപ്പ പിരിഞ്ഞെന്ന് വെച്ചാൽ അതുകൊണ്ട് മാക്സിമം ഇവനെ എങ്ങനെയൊക്കെ ഒരു നല്ല ക്രീമോ കാര്യങ്ങളും തേക്കാൻ സമ്മതിക്കില്ല. എങ്ങാനും ധർമ്മം എടുത്ത് അപ്പടിയാവും.
ചേട്ടൻ ഇതിൽ അറ്റ്ലീസ്റ്റ് പാട്ടിൻ്റെ സീക്വൻസിലൊക്കെ ശരിക്കും ഗ്രാമത്തിൽ നല്ല അധ്വാനിക്കുന്ന ഒരു അധ്വാനിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് അല്ലേ? അതിപ്പോൾ അതിലൊരു ഞാൻ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാച്ചോ ഒരു ഗെറ്റപ്പ് ഒരു ലുക്ക് കാണുന്നുണ്ട്. ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റിയില്ല. ഭയങ്കര മസ്കുലർ ആയിട്ട് അതിനു വേണ്ടി കഷ്ടപ്പെട്ടിരുന്നു. ഇല്ല ഒന്നുമില്ല. ഓരോ കഥാപാത്രങ്ങൾക്ക് അനുസരിച്ച് ഉള്ള ഒരു ശരീരം ആ സമയത്ത് അങ്ങനെ വരും. അത് അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ അപ്പോത്തിക്കിരി എന്ന് പറയുന്ന സമയത്ത് 10-13 കിലോ കുറച്ചിരുന്നു. ഈവൻ ആടെന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി 10-80 കിലോ ആക്കിയിരുന്നു. പിന്നെ ഈ സിനിമയ്ക്ക് എന്ന് വെച്ചാണെങ്കിൽ അങ്ങനെ താടിയോ കാര്യങ്ങളോ വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിയലിസ്റ്റിക് വേയിൽ നിന്ന് മാറിപ്പോവും. അപ്പോൾ ശ്രീകുട്ടൻ എങ്ങനെയാണോ അങ്ങനെ വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജയന്റെ പാട്ട് സീൻ എടുത്തു കഴിഞ്ഞാലും ശരിക്കും ഒറിജിനലായിട്ട് ഇങ്ങനെ കൃഷി ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ് പാട്ടിൽ അത്രയും ഇൻവോൾവ് ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഗുണം ആ പാട്ടിൽ കാണാൻ. എവിടെയൊക്കെയായിരുന്നു ഷൂട്ട്? പാലക്കാട് ഉണ്ടായിരുന്നു കുറെ, പിന്നെ നമ്മുടെ എറണാകുളത്ത് ഷൂട്ട് ചെയ്തു, പിന്നെ നമ്മൾ പൊള്ളാച്ചിയിൽ ഷൂട്ട് ചെയ്തു, പിന്നെ കൊടൈക്കനാലിൽ ഷൂട്ട് ചെയ്തു. ഇതൊരു ഞാൻ പറഞ്ഞില്ല ട്രാവൽ മൂവിയാണ്. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്ത് തന്നെ പോയത്. അല്ല പിന്നെ ഞങ്ങളുടെ ഒരു കഥയാണ്. ഈ കുട്ടികളും ഞാനും മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അധികം, അതായത് ഈ അരുണിൻ്റെ മോൾ അഭിനയിക്കുന്നു. അതായത് ഡയറക്ടർ വന്നിട്ട് പറയുക എൻ്റെ മോള് അഭിനയിക്കുകയാണ് ഒരു പ്രധാന കഥാപാത്രം. നമുക്ക് ഡയറക്ടറെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ? അത് പറ്റില്ല. അല്ല ഇത്രയും കോടി രൂപ മുടക്കിയെടുക്കുന്ന സിനിമ 2 കുട്ടികളും ഞാനും മാത്രമേ ഉള്ളൂ. ജുഗ്രുവിൽ വിശ്വാസമുണ്ട്, കാരണം അവൻ മങ്കിപ്പനൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അപ്പോൾ പക്ഷേ സംവിധായകൻ ഈ കഥ പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസ് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മോളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമുക്കും ചെറുതായിട്ട് കിട്ടിയിരുന്നു. പക്ഷേ എങ്കിലും കുഞ്ഞായിട്ട് അഭിനയിക്കുന്നതിന് മുമ്പ് വരെ നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എങ്ങനെ നന്നായിട്ട് ചെയ്യുമോ. കാരണം ത്രൂ ഔട്ട് ദ ഫിലിം 35 ഡേയ്സ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഒരു പുതിയ കുട്ടിയെ കിട്ടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. പക്ഷെ പെർഫോം ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ ദൈവമേ, അച്ഛനൊന്നുമല്ല, അവളത് ഇന്നും അച്ഛനെ അന്യായ പെർഫോമൻസ്. മൈന്യൂട്ട് ഞങ്ങളൊക്കെ നമ്മൾ സാധാരണഗതിയിൽ കൂടെ നിന്ന് അഭിനയിക്കും. അമ്പിളിച്ചേട്ടൻ്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്, ജഗതിച്ചേട്ടൻ്റെ റിയാക്ഷനും കണ്ടിട്ട് നമ്മൾ ഞാൻ സ്പോട്ടിൽ ചിരിച്ചിട്ടുണ്ട്, അതിന് ചീത്തയും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് കുഞ്ഞിൻ്റെ ഒക്കെ റിയാക്ഷൻസ് കണ്ടിട്ട് നമ്മൾ ചിരിച്ചു പോകുമെന്ന് പറയുന്നില്ലേ? കാരണം ഞാൻ അതിന്ന് മനസ്സിലായെന്ന് പറയും ധർമ്മ, നമ്മളൊക്കെ ആക്ച്വലി പ്രെഡിക്റ്റബിൾ ആക്ടറാണ്. കാരണം നമുക്കറിയാം എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു. നമ്മൾ ഓൾറെഡി ഒന്ന് പ്രിപ്പയർ ചെയ്യുമല്ലോ. അതിങ്ങനെ ചെയ്യണം, ഈ ലുക്ക് ഇങ്ങനെ കൊടുക്കണം, ഇത് കഴിഞ്ഞ് ഇങ്ങനെ വെക്കണം, എന്നിട്ട് നാച്ചുറലായിട്ട് വരുന്നതൊക്കെ പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്നതൊക്കെ വരണം. പിള്ളേരെ ഇതൊന്നുമില്ല, അവർ കളിച്ചോണ്ടിരിക്കുകയാണ്, ഷോർട്ട് അടി എന്നിട്ട് ഇതിങ്ങനെ ഡയലോഗ് പറഞ്ഞു അപ്പോൾ പറയും. പക്ഷെ അതാണ് ഏറ്റവും നല്ല ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള അഭിനയം. ഈവൻ അവരിവിടെ വന്നിട്ട് അത് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ ആക്ടിങ് ഒന്നല്ല, വളരെ റിയലിസ്റ്റിക് ആയിട്ട് അങ്ങനെ പറഞ്ഞത്, റിയലിസ്റ്റിക് ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. പറഞ്ഞു. കാരണം എനിക്കറിയാം മങ്കിപ്പല്ലേ ഞാൻ അഭിനയിച്ചല്ലേ, അവനൊക്കെ ഉണ്ടല്ലോ വിട്ടു കൊടുത്താണ്ടല്ലേ. രമ്യയുടെ സീക്വൻസ് ഞാൻ പറഞ്ഞു, രമ്യ നമ്മുടെ മങ്കിപ്പനില് നീ എൻ്റെ ഭാര്യയൊക്കെ ആയിട്ട് അഭിനയിച്ചു, ഓക്കെ ഇതിന്റെ കൂടെ ഒക്കെ സൂക്ഷിച്ചു നിന്നോട്ടെ, അല്ലെങ്കിൽ തിന്ന് നശിപ്പിച്ചു കളയും. കാരണം പിള്ളേരുടെ പെർഫോമൻസ് ആജാതി പെർഫോമൻസ് ആണ്. കാരണം പിള്ളേര് പഠിക്കുന്നത് ഇപ്പോ ആരിൽ നിൽക്കുന്നു അവിടെ നിന്നാണ് പിള്ളേര് തുടങ്ങിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പഠിച്ചു വന്നിട്ടേ ഉള്ളൂ. പിള്ളേർ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയാൽ മതി. ഭയങ്കര ഞങ്ങളെ കൊണ്ട് മതിയായേന്ന് അവരെ പറയിപ്പിച്ചു എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അത്രയും ഈ കുറുമ്പ് ശരിക്കും കുസൃതി തന്നെയായിരുന്നു സെറ്റിൽ നിന്ന്. അത് വേറെ സംഭവം. അതായത് പിള്ളേരെ സമ്മതിക്കണം കേട്ടോ. നമുക്കൊരു ഷോട്ട് ഉണ്ട് അതിനകത്ത്. പിള്ളേർ ഓട്ടോയിൽ പോകുന്നു, പൊള്ളാച്ചിലോ ചേട്ടത്ത് ഓട്ടോയിൽ പിള്ളേർ കയറിയിട്ട് എൻ്റെ ഇതിൽ നിന്ന് ഉടക്കി പിള്ളേർ ഓട്ടോയിൽ കയറി പോകും. അപ്പോൾ ഞാൻ പുറകെ എൻ്റെ വണ്ടിയിൽ ചേസ് ഫോളോ ചെയ്ത് പോകും. ഇതിങ്ങനെ പോകുന്നു, വണ്ടി എൻ്റെ പുറകെ വരുന്നു. ഈ സാധനം വണ്ടി അങ്ങനെ മറിഞ്ഞു, ഓട്ടോ മറിഞ്ഞ് പിള്ളേർ ദൈവമേ, ഞാനിങ്ങനെ നെഞ്ചത്ത് കൈ വെച്ചു. കാരണം മറ്റേ ഇവനാണ് ഓടിച്ചിരുന്നത്, ശശാങ്കൻ ഓടിച്ചു. അവനും അറിയില്ലായിരുന്നു ഓടിക്കാനോ. വണ്ടിയൊക്കെ മറിഞ്ഞ് നമ്മൾ വിചാരിച്ച ദൈവം എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ പഠനം ഷെഡ്യൂളാകും എന്തെങ്കിലും ആവട്ടെ, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയില്ലേ. അത് കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ചെറുക്കൻ ഭയങ്കര വയ്യെന്ന് പറഞ്ഞു. അവൾ കരച്ചിലായി. നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല ഞങ്ങളെ കയ്യിലൊരു നീരുണ്ട്, നാളെ ഷൂട്ട് ചെയ്യാം. അവൻ പാവം തോന്നിപ്പോയി. പിള്ളേരുടെ ഹാർഡ് വർക്ക് ഭയങ്കരമായിട്ടോ. കാരണം കുഞ്ഞല്ലേ, നമുക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5:30 എണീക്കും, അല്ലെങ്കിൽ 6 മണിക്കൊക്കെ എണീക്കും. പിള്ളേർ അതിനനുസരിച്ച് തീർച്ചയായിട്ടും. അല്ല, അവരല്ലേ ഹീറോസ് ഈ പടത്തിലെ. നമ്മൾ എല്ലാവരുടെയും യാത്രയല്ലേ ഈ സിനിമ. എനിക്ക് ഞാൻ വളരുന്നതിൻ്റെ ഒരു വലിയ നല്ല ഓർമ്മ, ഒരു കേബിൾ TV ഒരു ചാനലിൽ ചേട്ടൻ അമ്മേ എന്ന് വിളിച്ച് ഒരു ഭയങ്കര അത് കാണാൻ കാത്തിരിക്കുമായിരുന്നു ഒരുപാട് കാലം. അപ്പോൾ അതുപോലെയുള്ള ഒരു അമ്മയായിട്ടുള്ള ബന്ധമാണെന്ന് തോന്നുന്നു ഈ സിനിമയിൽ. തീർച്ചയായിട്ടും. പിന്നെ ലളിതമ്മ മലയാള സിനിമയുടെ അമ്മയാണ് ഒന്ന്. അതുപോലെ തന്നെ
സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുപോലത്തെ ഒരു അമ്മ നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ സീക്വൻസ് ഈ സിനിമയിൽ ഞാൻ ഒരുപാട് ഞാൻ അരുണിൻ്റെ അടുത്തും പറഞ്ഞതാണ്, അരുണെ നമുക്ക് മാക്സിമം അങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ കേട്ടോ. കാരണം ഇപ്പോഴത്തെ സിനിമയിൽ അത് കാണാനില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ സോങ്ങിന്റെ സീക്വൻസിൽ അമ്മയുടെ മടി കിടന്ന് വർത്താനം പറയുന്നുണ്ട്. കുറെ കാലമായിട്ട് കാണാത്തൊരു ഊഞ്ഞാലാട്ടവും എവിടെയെങ്കിലും സംസാരം കാണുന്നുണ്ട്. എല്ലാ വീട്ടിൽ ചെന്നുമ്പോഴും തല ഉരിച്ചിരിക്കല്ലോ എല്ലാം കൂടി ഇങ്ങനെ കുത്തി കുത്തിക്ക്. കോഫി ഷോപ്പിൽ ചെല്ലാമോ ഫ്രണ്ടായിട്ട് പോവാ, അപ്പോഴും ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അഡിക്റ്റ് ആയിപ്പോ അല്ല എല്ലാവരും അച്ഛൻ്റെ ഫോൺ അടിക്കുന്നു. അല്ല 5 പേര് കൂടി ഇരുന്നാലും 5 പേരും തമ്മിൽ വർത്താനം പറച്ചില്ലല്ലോ ഇപ്പൊ. അതുകൊണ്ട് തമ്മിൽ തന്നെ ഇല്ല വീട്ടിൽ. മുഖത്തേക്ക് നോക്കലും ഇല്ല. മുഖത്തേക്ക് നോക്കണ്ടേ. ഇത് ഊഞ്ഞാലാട്ടവും കളികളും വയലും പച്ചക്കറിയും പച്ചക്കറി തോട്ടത്തിൽ കൂടെയുള്ള ഓട്ടങ്ങളും പിള്ളേരെ കുസൃതി പിള്ളേരുടെ കൂടെയുള്ള. ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ, നമ്മുടെ നാട്ടിലെ ഇങ്ങനത്തെ കാഴ്ചകൾ അപൂർവമായിക്കൊണ്ടിരിക്കുകയല്ലേ സിനിമയിൽ തന്നെ അല്ലേ. സിനിമയിൽ തന്നെ നമ്മളിപ്പോൾ ആ സംഭവം പച്ചക്കറിത്തോട്ടം കാണിക്കുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് നമ്മൾ പോയി. ഇനി ഒരു 10 വർഷം കഴിഞ്ഞാൽ നമ്മളതിൻ്റെ 10-25 വർഷം കഴിഞ്ഞാൽ പറയും ഓണം എന്ന് പറയുന്ന ഒരു ആഘോഷം മിക്കവാറും പറയും കേട്ടോ ഇങ്ങനെ പോയാൽ. അവിടെ ഈ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കൃഷിയുടെ ടൈമൊക്കെ കഴിഞ്ഞതായിരുന്നു. ഷൂട്ടിന് മുമ്പ് നമ്മളുകൊണ്ട് വിതച്ച് സത്യം അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. 3 മാസം അതിനു വേണ്ടി മാത്രം വെള്ളം ഒഴിച്ച് ഇത് ചെയ്ത് അതിനു വേണ്ടി ഒരാളെ വെച്ച് അങ്ങനെ ചെയ്താണ്. കാരണം കൃഷി ടൈം കഴിഞ്ഞു, അവർക്ക് ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്ന എന്താ അല്ലേ, കൊയ്യേണ്ട സമയമൊക്കെ ഉണ്ടല്ലോ. കാണുന്ന ചീര അവിടെ കാണുന്ന പടവലമൊക്കെ അങ്ങനെ ഒരു നന്മയും ഈ സിനിമയിലുണ്ട്. അതെ അതെ തീർച്ചയായിട്ടും. അങ്ങനത്തെ വീട് തന്നെ കാണാനില്ലല്ലോ. ഒരു പഴയ ഒരു വീടെന്ന് പറയുന്നത് കാണാനില്ല. എന്തോ ആളുകൾക്ക് കുറച്ചിലാണ്, പഴയ വീടൊന്നും ഇല്ല. ഇത് നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ കേട്ടോ. ചേട്ടന്റെ കഴിഞ്ഞ പുണ്യാളൻ അഗർബത്തീസിലെ പാട്ട് പാടിയതൊരു വളരെ വലിയ ഹിറ്റായിരുന്നു. പിന്നെ അതൊരു വേറെ ലെവലിലേക്കേ പോയി. ഈ സിനിമയിൽ എന്താ പാടാതിരുന്നേ? ഇത് പാട്ടറിയാവുന്നവരെ കൊണ്ടാണ് പഠിച്ചേക്കണം. മറ്റേത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടാ, അത് പിന്നെ കുഴപ്പമില്ല. പക്ഷേ ഈ സിനിമയിൽ നല്ല ശബ്ദം തന്നെ വേണം, നന്നായിട്ട് പാട്ടറിയുന്നവർ വേണം എന്ന് തന്നെ നിർബന്ധമായിരുന്നു. ഇപ്പം ഞാൻ പുതിയ പടത്തിൽ പാടി, അമർ അക്ബർ ആന്റണി എന്ന് പറഞ്ഞ പടത്തിൽ ഞാനും പൃഥ്വിയും പാടി, ഇന്ദ്രനും പാടി, ഞങ്ങൾ 3 പേരും പാടിയിട്ടുണ്ട് പാട്ട്. നല്ല രസമുള്ള പാട്ടാണ്. അതെ അതെ, അത് ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ, കാരണം നമ്മുടെ പടമല്ലേ. സുധി വാൽമീകം എന്നാണ് അതിന്റെ പേര്. പാട്ടിനോട് പണ്ടേ താല്പര്യം എല്ലാവർക്കും ഇല്ലേ? പാട്ട് പാടാനുള്ള കഴിവൊന്നുമില്ല. പണ്ട് പാട്ട് പഠിക്കാൻ വേണ്ടി പോയിട്ട് പാട്ട് സാറിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് എന്നെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കി. ചെറുതായിട്ടൊരു ശ്രമങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അമ്മ ഷോയ്ക്ക് പാടിയിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് സിനിമയിലേക്ക് പാടാൻ രഞ്ജിത്ത് പറഞ്ഞത്. ഞാനൊരു മലയാളി, ഒരു 2 പേര്. അയ്യോ അതൊന്നും വേണ്ട, ഒക്കെ ചേട്ടൻ പാടിയ പാട്ടാണ്. അപ്പോൾ അത് പാടാനുള്ള ഇതൊന്നുമില്ല. എൻ്റെ ഡയലക്ടർ ഞാനൊരു മലയാളി എന്നാണ്. അപ്പോൾ കുറച്ച് മുമ്പ് ചാക്കോച്ചൻ്റെ മെസ്സേജ്, ഞങ്ങളൊക്കെ എന്താ ബംഗാളികളാണ്. ഓക്കെ, ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബിജിപാൽ സാറാണ് അല്ലേ? ചേട്ടന് ബിജിപാൽ സാറായിട്ട് ഒരു ഇതിന് മുൻപ് ഒരു കണക്ഷൻ? അത് തീർച്ചയായിട്ടും ഉണ്ട്. എന്തോ ഒട്ടക്കുള്ള പോലെയൊക്കെ പറയണം. എന്തോ ബിജിപാലും ചേട്ടനും തമ്മിൽ എന്തോ നല്ല ബന്ധത്തിലാണ്. അത് നല്ല സൗഹൃദമാണ്. എൻ്റെ ഒരുപാട് പടങ്ങൾ ബിജി ചെയ്തിട്ടുണ്ട്. പുണ്യാളൻ്റെ RR പുണ്യാളിനെ പാട്ടുകൾ ഒക്കെ ബിജിയുടെയാണ്. സുധി വാൽമീകത്തിൻ്റെയും ബിജിയാണ്. ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ബിജിയാണ്. കാരണം വ്യക്തമായി ജനങ്ങൾക്ക് പൾസ് വ്യക്തമായി അറിയാവുന്ന ഇപ്പോൾ അറബിക്കതര പാട്ടൊക്കെ ഇന്നും ജനങ്ങളുടെ മനസ്സിലുള്ളതാണ്. അപ്പോൾ ജനങ്ങളുടെ പൾസ് അറിയാവുന്ന ഒരു മ്യൂസിക് ഡയറക്ടറും കൂടിയാണ് അദ്ദേഹം. സംഗീതം അറിയാവുന്ന മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ പുള്ളിയാണ് ഇതിൻ്റെ സംഗീത സംവിധായകൻ. പാട്ട് ഈ ഞാനൊരു മലയാളി എന്നുള്ള പാട്ട് എഴുതിയിട്ടത് വിജയേട്ടനാണ്, ഈസ്റ്റ് കോസ്റ്റ് വിജയേട്ടനാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു പാട്ട് എഴുതിയിട്ടുള്ളത് കുട്ടികളുടെ ഒരു സോങ് ഉണ്ട്, അത് എഴുതിയിട്ടുള്ളത് സന്തോഷ് വർമ്മയാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു പാട്ട് എഴുതിയിട്ടുള്ളത് നമ്മുടെ GC ചെയർമാൻ്റെ വൈഫ് ശശികല മേനോൻ, അവരാണ് എഴുതിയിട്ടുള്ളത്. നജീമാണ് അത് പാടിയിട്ടുള്ളത്. എല്ലാം നല്ല പാട്ടുകളാട്ടോ. അതെ, രാധിക ഈ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് പാട്ട് പാടാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഒരു വിദഗ്ധ കേന്ദ്രത്തിൽ നിന്ന് അറിഞ്ഞു രാധിക നന്നായിട്ട് പാടുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ പാട്ട് അതെ പ്ലേബാക്ക് സിംഗറാണ്, കന്നഡ തെലുങ്കിൽ വളരെ തിരക്കുള്ള ഒരു സിംഗറാണെന്നൊക്കെ അറിഞ്ഞു. എന്താണെങ്കിലും മലയാളത്തിലേക്ക് ഒരു വരവുണ്ടാവില്ലേ? വരാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ക്ഷണിക്കുന്നു. അത് കാണുന്ന സംവിധായകർ തീർച്ചയായിട്ടും രാധികനെ വിളിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി, എങ്ങും അതിരുകളില്ല മതിലുകളില്ല സ്നേഹത്തേരാളി. മണ്ണാടു ജീവൻ, മണ്ണിലാടു ജീവൻ, പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ
സ്വർഗം തീർക്കും ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി. നന്നായിട്ട് പാടുന്നുണ്ട് ഇവിടെ തന്നെ. മുമ്പിൽ പാടാൻ പറ്റണത് എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. എൻ്റെ മുമ്പിൽ പാടുന്നതൊന്നുമല്ല വലിയ ഭാഗ്യം, ദാസേട്ടൻ്റെ ഒക്കെ അടുത്ത് പറയുന്നതാണെങ്കിൽ ഓക്കെ. അല്ല, തീർച്ചയായിട്ടും ഞാൻ ഒരു ഭാഗ്യമായിട്ട് തന്നെ വിചാരിക്കും. വളരെ സിംപ്ലിസിറ്റിയാണ് ഈ സിനിമയിലെ പാട്ടുകളുടെ ഒരു ശക്തി. ഇറ്റ്സ് വെരി സിമ്പിൾ, പക്ഷേ എന്നാൽ കേട്ടാൽ ഈ സിംപ്ലിസിറ്റി തന്നെയാണ് ഈ സിനിമയിൽ. ഈ സിനിമയുടെ ആളുകൾ എടുത്ത് പറയാൻ പോകുന്നതും ഒരുപക്ഷെ ഈ ഇഷ്ടപ്പെട്ടാലോ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് പേഴ്സണൽ, അതുകൊണ്ടാണ് ചെയ്തത്. പക്ഷേ ജനങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയാൻ പോകുന്ന പോയിന്റ്സ് ഇതൊക്കെ തന്നെയായിരിക്കും. ഒറ്റടിക്ക് പറയുന്നൊരു സിനിമയായിരിക്കും. കേൾക്കുമ്പോൾ കാണാനാണെങ്കിലും അതിൻ്റെ ഒരു സുഖം ഉണ്ടാവും. ആ സുഖം നമുക്ക് അനുഭവിക്കാനും പറ്റും. അതാണ് അതിൽ ലയിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലാളിത്യമുള്ള സിനിമയായിരിക്കും. ഒരുപാട് ലെങ്ത് ഒന്നും ഇല്ലാത്ത സിനിമയാണ്, വളരെ ചെറിയൊരു കുട്ടി സിനിമയാണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ചിലവർ സിനിമ കാണാൻ വേണ്ടി വരുന്ന ഇപ്പോൾ എല്ലാവരും നിരൂപകരാണല്ലോ, കീറി മുറിച്ച് പോസ്റ്റ് പാട്ടം ചെയ്തിട്ട്. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് അവർ സ്ഥിരം പറയുന്ന അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കേൾക്കുന്ന കുറച്ച് ലാഗുണ്ട് എന്ന് പറയുന്ന ഒരു സാധനം ദൈവാനുഗ്രഹിച്ച് ഈ സിനിമയിലില്ല എനിക്ക് തോന്നിയത്. അതെ, വളരെ വളരെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒറ്റ സീനില്ല, ഹ്യൂമറിന് വേണ്ടി ഒരു സീനില്ല. സംഭവിക്കാൻ പോണ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി അടുത്ത കാലത്ത് അതില്ലല്ലോ. ഇതെല്ലാം കുസൃതിയും നിറഞ്ഞ ഒരു സിനിമയായിരിക്കും. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും. കുട്ടികളാണെങ്കിൽ പറയും, വീട്ടുകാരോട് പറയും, ഈ സിനിമ കൊണ്ട് കാണിക്കാൻ പറയുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. മാത്രമല്ല ഇതിപ്പോ കുട്ടികളില്ലാതെയാണ് പോകുന്നുണ്ടെങ്കിൽ അച്ഛനമ്മയാണെങ്കിലും അവർ കുട്ടികളെ കൊണ്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സിനിമയായിരിക്കും. കുട്ടികളിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ഒരു സിനിമ. മാത്രമല്ല കുട്ടികളുടെ മനസ്സുള്ളവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. അതുപോലെ തന്നെ കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ആളുകളും ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും. അതുകൊണ്ട് കുട്ടികളെ ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും പറ്റുന്ന ഒരു സിനിമ. തീർച്ചയായിട്ടും ആവട്ടെ. എല്ലാ ഭാവങ്ങളും ഞങ്ങളോടിങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, സിനിമ ഇറങ്ങുമ്പോൾ പോയി കാണണം. തീർച്ചയായിട്ടും അത് ട്രെയിലർ കാണുമ്പോൾ, ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് പോയി കാണണം എന്നൊരു ആഗ്രഹം തോന്നുന്നുണ്ട്. ചിലത് കാണുമ്പോൾ അതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഗുഡ് ഫിലിം എന്നാണ് ഫീലിംഗ്. ഇത്രയും നേരം എൻ്റെ അടുത്ത് വളരെ ഓപ്പൺ ആയിട്ട്, പിന്നെ പ്രേക്ഷകരുടെ അടുത്തും വളരെ ഓപ്പണായി സംസാരിച്ചതിൽ ഒരുപാട് നന്ദി. വളരെ സന്തോഷം രാധിക. ഞങ്ങൾ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ തന്നെയാണ്. ഈ സിനിമ ഏറ്റവും വലിയ സക്സസ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷം.